അഗ്നി കുറഞ്ഞു പോവുക. അപ്പോൾ അഗ്നി ഇങ്ങനെ കുറയാൻ നമ്മുടെ ബോഡിയിൽ പിത്തം കൂടുമ്പോഴാണ് ശരിക്കും ഈ ഒരു ബിറ്റർ ടേസ്റ്റ് നമ്മുടെ വായിലോട്ട് വരുന്നത്. പിത്തം എന്ന് പറയുന്നത് 3 ദോഷമുണ്ട്: വാതം, പിത്തം, കഫം. അതിനകത്ത് പിത്തദോഷം കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഈ സിംറ്റംസ് കാണിക്കാം നമ്മുടെ വായിൽ. അപ്പോൾ പിത്തം കൂടി കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ജോണ്ടിസ്, മഞ്ഞപ്പിത്തമുള്ള സമയത്ത് നമുക്ക് വായിൽ ഇങ്ങനെ അമിതമായിട്ടുള്ള കയ്പ്പരസം, അതുപോലെ തന്നെ പനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിൽ കയ്പ്പരസം വരാറുണ്ട്. ആ സമയത്തൊക്കെ അഗ്നിമാന്ദ്യം സംഭവിക്കുകയാണ്. അതായത് അവിടെ അഗ്നി കുറയുകയാണ്, ഡൈജസ്റ്റീവ് പവർ കുറയുകയാണ്. പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, നമുക്ക് വായയ്ക്ക് യാതൊരു രുചിയും തോന്നാറില്ല. അതേ കണ്ടീഷനാണ് ഒട്ടുമിക്ക പ്രമേഹത്തിലാണെങ്കിലും അതിപ്പം ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷനിലാണെങ്കിലും ഒക്കെ നമുക്കിത് വരാം. പിന്നെ പല്ലിൻ്റെ കേടെന്ന് പറയുന്നത് അത് ഡൈജഷനുമായിട്ട് ബന്ധപ്പെടുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മുടെ വായിൽ നമ്മൾ ചവച്ചരയ്ക്കുന്ന സമയത്താണ് ഈ സലൈവറി വായയിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് നമ്മുടെ ഭക്ഷണത്തിന് പ്രോപ്പറായിട്ടുള്ളൊരു ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും വായിൽ വെച്ചിട്ടാണല്ലോ. അപ്പം ആ ഒരു മാസ്റ്റിക്കേഷൻ, ആ ഒരു ചവച്ചരയ്ക്കുന്ന സമയത്ത് ആ ഒരു എൻസൈംസുമായിട്ടൊന്നും ഇത് യോജിക്കില്ല പ്രോപ്പറായിട്ട്. അപ്പം അതും ഒരു കാരണമാണ്. നമ്മുടെ വായയിലുള്ള പല്ല് കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബിറ്റർ ടേസ്റ്റും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡൈജഷനൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അത് ഉടനെ തന്നെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മാക്സിമം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? കൂടുതലായിട്ടും ഓയിലി ഫുഡ് നിങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം. ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഒഴിവാക്കിയിരിക്കണം. അമിതമായിട്ട് കാർബ്സ് എടുക്കുന്നത്, അതുപോലെ തന്നെ അളവിൽ കൂടുതലായിട്ട് ചില ആൾക്കാർ പ്രോട്ടീൻസ് ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ കാർബ്സ് കുറച്ച് കഴിഞ്ഞാലും അളവിൽ കൂടുതലായിട്ട് നിങ്ങൾ പ്രോട്ടീൻസ് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. നമുക്ക് വേണ്ട രീതിയിൽ അളവിൽ മാത്രം നിങ്ങൾ പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഷുഗർ അമിതമായിട്ട് എടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. സോൾട്ട് അമിതമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ശീലം കുറയ്ക്കുക. അതുപോലെ മൈദ കൊണ്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ ശീലം കുറയ്ക്കാൻ മാക്സിമം നോക്കുക. എന്നിട്ട് വളരെ ലൈറ്റായിട്ടുള്ള, ഇങ്ങനെ ഒരു അഗ്നിമാന്ദ്യം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പവർ കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ചിരിക്കണം. ലൈറ്റായിട്ടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കഞ്ഞി ഏറ്റവും വളരെ ലൈറ്റായിട്ട്, നമ്മൾ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ കഞ്ഞിയല്ലേ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം കഞ്ഞി അല്ലെങ്കിൽ ഓട്സ് വെച്ചുണ്ടാക്കി കഴിക്കുന്നത്, അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം, വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ നമുക്ക് വേവിച്ചിട്ടൊക്കെ കഴിക്കാം. അതുപോലെ തന്നെ വെള്ളപ്പം പോലെയുള്ള അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കൂടെ കറിയൊക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ മസാല കൂടിയ കറികൾ അതൊക്കെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഭക്ഷണം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡൈജസ്റ്റീവ് ഫയർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ആവുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ പറ്റുക. അപ്പം ഗ്യാസിൻ്റെ പ്രശ്നം വല്ലാതെ അലട്ടുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെഡിക്കേഷൻസ് കഴിക്കേണ്ടി വരും. അപ്പം എല്ലാവരോടും നമ്മൾ മരുന്ന് കഴിക്കാൻ പറയുന്നില്ല. നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരിക. നമ്മുടെ ഭക്ഷണം തന്നെയാണ് നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പം ഭക്ഷണം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളൊന്നും പിടിപെടില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ദോഷേനെയും അത് ഒന്ന് കൂടുതലായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് നമ്മൾ പ്രധാനമായിട്ടും കീപ്പ് ചെയ്യേണ്ടത്. പിത്തദോഷം കൂടിക്കഴിഞ്ഞാൽ മറ്റുള്ള ദോഷത്തിനൊക്കെ അത് ബാധിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതിനിപ്പോൾ നമുക്ക് ഈ ബിറ്റർ ടേസ്റ്റൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഈ ഒരു ഡൈജഷൻ കാരണമാണ് വന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒന്നാമത് ലൈറ്റായിട്ടുള്ള ഫുഡാണ്. നല്ലൊരു എക്സസൈസ് നിങ്ങളെ ലൈഫിൽ കൊണ്ടുവരണം. കൃത്യസമയത്ത് ഉറങ്ങണം. അമിതമായിട്ട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അത് മാക്സിമം കുറയ്ക്കാനൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജീരകവെള്ളമൊക്കെ കുടിക്കുന്നത്. അപ്പം നമുക്ക് ജീരകവെള്ളം വറുത്തിട്ട് ജീരകവെള്ളം കുടിക്കുന്നത്, ജീരകവും മല്ലിയും ഒരു അര ടീസ്പൂൺ വീതം മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഈ ഒരു ബിറ്റർ വായിൽ വരുന്ന കയ്പ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല പ്രോബയോട്ടിക്സ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അധികം പുളിയില്ലാത്ത തൈരും മോരും പഴങ്കഞ്ഞിയും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ, അല്ലെങ്കിൽ പിക്കിൾഡ് വെജിറ്റബിൾസ് ഉണ്ട്, അപ്പോൾ അത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിക്കിൾഡ് വെജിറ്റബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് പച്ചക്കറികളൊക്കെ നമ്മൾ ഉപ്പിലിട്ട് വെക്കാറുണ്ടല്ലോ, അപ്പോൾ അത് വിട്ട് വെച്ചിട്ട് ആഴ്ചയിൽ ഒരു 3 ദിവസം കഴിക്കുക. എല്ലാ ദിവസവും കഴിക്കേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം കഴിച്ചാൽ തന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഗട്ട് ഹെൽത്തൊക്കെ ഓക്കെ ആവും. ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഇരുമേധാതി തൈലം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ആയുർവേദത്തിലുള്ള തൈലാണ്. ഇരുമേധാതി തൈലം ഉപയോഗിച്ചിട്ട് വായിൽ ഗാർഗിൾ ചെയ്യുന്നതൊക്കെ ഈ ഒരു കയ്പ്പ് രസം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇരുമേധാതി തൈലം നിങ്ങളൊരു വാങ്ങുന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണിൻ്റെ അകത്തോട്ട് കുറച്ച്
നമുക്ക് ഉപ്പ് മിക്സ് ചെയ്തിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് വായ ഗാർഗിൾ ചെയ്യുന്നത് ഈ ഒരു ബിറ്റർ ടേസ്റ്റ് കുറയ്ക്കും. പക്ഷേ ഇതെല്ലാം കുറയ്ക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ കാരണം ആദ്യം സോൾവ് ആക്കണം. അല്ലാതെ ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എല്ലാ കാലവും നമ്മളിത് ചെയ്യേണ്ടി വരും. പ്രമേഹ രോഗമോ ഫാറ്റി ലിവറോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഇൻഡൈജഷൻ്റെ പ്രശ്നമൊക്കെ കൂടെ വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നതൊക്കെ എപ്പോഴും നല്ലതാണ്. പിന്നെ സ്വയം ഒരു ഡയറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മളിതിൽ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ സ്വന്തം ഡയറ്റ് എടുക്കുന്ന സമയത്ത് പല മിസ്റ്റേക്സും പല ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസിയും നമുക്ക് വരുത്തും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിലൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.